ഹലോ ഹായ് നമസ്കാരം. ഞാൻ അന്നയാണ് കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചു ചെറിയൊരു ഡേ ലൈഫ് തുടങ്ങാമെന്ന്. ഇന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനത് ചെയ്യാറില്ല. നോക്കുമ്പോൾ ഷോർട്സ് വീഡിയോസ് മാത്രമേ ഉള്ളൂ എൻ്റെ അതിൽ, വീഡിയോസ് ഒന്നുമില്ല. അപ്പോൾ ഇന്ന് തൊട്ട് അതങ്ങനെ അങ്ങോട്ട് തുടങ്ങാൻ പറ്റുന്ന പോലെ എന്ന് വെച്ചു. തിരക്കാണ്, എന്നാലും അതിൻ്റെ ഇടയിൽ ഉള്ള സമയം കൊണ്ട് ചെയ്യാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഇന്ന് പുട്ടും കടലയായിരുന്നു. അത് കാണിച്ചില്ല. ഇത്തിരി നേരമായിട്ട് എണീറ്റത്. അപ്പോൾ അത് നല്ല സ്പീഡിൽ ചെയ്തതുകൊണ്ട് വീഡിയോ പിടിക്കാൻ നേരം ഉണ്ടായില്ല. അപ്പോൾ ഉച്ചയ്ക്ക് അവിയലാണ് വെക്കുന്നത്. അവിയലും അമരക്കായ ഉപ്പേരിയും. ഉപ്പേരി വെച്ചാൽ മെഴുക്ക് പറ്റാന്നാണോ മറ്റുള്ള സ്ഥലങ്ങളിൽ പറയാമെന്നറിയില്ല. ഞങ്ങളിവിടെ ഉപ്പേരി കുത്തി കാച്ചാന്ന് പറയും, ഉപ്പേരി വയ്ക്കാന്ന് പറയും. അവിയലിൽ കഷ്ണങ്ങളും മഞ്ഞൾപ്പൊടിയും സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ മഞ്ഞൾപ്പൊടി, പച്ചമുളക്, എനിക്ക് ഇത്തിരി കൊണ്ട് എരിവ് ഇഷ്ടമായതുകൊണ്ടും കളറ് കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണയും വേപ്പിലയൊക്കെ ഇട്ട് അത് 2 വിസിലടിച്ച്. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ആദ്യം ചെറിയുള്ളിയും ജീരകവും പച്ചമുളകും ഒന്ന് ചതച്ചിട്ട് കുറച്ച് നാളികേരം കൂടി ഒന്ന് ചതച്ചു, ജസ്റ്റ് ഒന്ന് കറക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ എനിക്ക് അധികം ഗ്രേവി ടൈപ്പ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുക. പിന്നെ അധികം കറികൾ വയ്ക്കില്ല, കുറച്ചേ വയ്ക്കൂ. ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ. അപ്പോൾ കുറേ വെച്ചിട്ട് കളയണ്ടല്ലോ. പിന്നെ രാത്രി ഞാൻ അധികം ചോറുണ്ണുന്നില്ല, ഒരു നേരത്തേക്കാണത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ വയ്ക്കുള്ളൂ. ഇതിപ്പോൾ സാമ്പാർ കഷ്ണം 100 രൂപയ്ക്ക് വാങ്ങിച്ച് കൊണ്ടുവന്നതാണ് എല്ലാതും എടുത്ത് വെക്കുന്നത്. എന്നിട്ട് നാളികേരം ചെറിയത് അത് അതിലിട്ടിട്ട് ഒന്ന് ആവി കയറുമ്പോൾ തൈരും കൂടി ഇട്ട് ഒന്ന് ഇളക്കി വെളിച്ചെണ്ണയും വേപ്പിലയൊക്കെ ഇട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് അങ്ങനെ അടച്ച് വയ്ക്കുക. അപ്പോൾ ആ ഒരു മണം നല്ലതായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കുക്കർ കഴുകിയിട്ടാണ് പിന്നെ അമരക്കായ വയ്ക്കാൻ നോക്കിയത്. അമരക്കായ വാങ്ങിച്ചിട്ട് 2 ദിവസമായതുകൊണ്ട് പകുതിയേ കിട്ടിയുള്ളൂ. പകുതി മുഴുവൻ കേടായി. തന്നെയല്ല, ഉള്ളതിലൊക്കെ പുഴുവും. അമരക്കായയിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, പുഴു ഉണ്ടാവും അധികവും. അത് കാണുമ്പോൾ നമുക്ക് പിന്നെ എടുക്കാൻ തോന്നില്ല. അപ്പോൾ അതങ്ങനെ വേവിക്കാൻ വെച്ചിട്ട് അതിൽ കുത്തി കാച്ചാനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും അമ്മിയില്ല, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കല്ല് വാങ്ങിച്ചിട്ടാണ് അതിൽ ഇങ്ങനെ കുത്തി വേപ്പിലയും കൂടിയിട്ട് ചതച്ച് വെച്ചു. ഇവിടെയാണെങ്കിൽ ചതമുളകില്ല. ചതമുളക് കടയിൽ പോയപ്പോൾ അത് മാത്രം വാങ്ങിക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ചതച്ച മുളക് ഇട്ട് മാത്രം ഉപ്പേരി കാച്ചാറുള്ളൂ. ചമ്മന്തി അരയ്ക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, ചതമുളക് ഇട്ടിട്ടാണ് ചെയ്യുക. ഇന്നിപ്പോൾ അതില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ അതൊക്കെ ഇങ്ങനെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ മുളക് പൊടിയാണ് ഇട്ടത്. ഇപ്പോൾ മേടിച്ച് കൊണ്ടുവന്ന മുളക് പൊടിക്ക് നല്ല ഒടുക്കത്തെ എരിവായതുകൊണ്ട് കുറച്ചിട്ടുള്ളൂ, ഒരു നുള്ളു. പിന്നെ ഉപ്പേരിയും കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അത് വേവിച്ചിട്ട് അതിലുള്ള വെള്ളം ഊറ്റി കളഞ്ഞ് പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ ഇതേപോലെ മൂത്ത് വരുമ്പോൾ ആ അമരക്കായ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. നല്ലോണം അങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ വേണം. എന്ന് വെച്ച് കുറേ വെളിച്ചെണ്ണ ഒഴിച്ചാലും അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ രാവിലെ മുതൽ ഇട്ട പാത്രങ്ങൾ മുഴുവൻ, വെച്ചുണ്ടാക്കിയ പാത്രങ്ങൾ മുഴുവനും ഒന്നിച്ച് സിങ്കിൽ കൊണ്ടിടും. എല്ലാ പണിയും കഴിഞ്ഞ് ഒന്നിച്ചേ കഴുകുള്ളൂ. അതുപോലെ തന്നെ ഇന്നൊരു കുന്ന് പാത്രമുണ്ട്. ഇതേ അമരക്കായ ഉപ്പേരി തയ്യാറായിട്ടാണ്. പിന്നെ ഞാൻ മാന്തളെല്ലാം ഉണക്കമുള്ളൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മാന്തൾ പ്രാവശ്യം ചെന്നപ്പോൾ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് മുള്ളനാണ് വാങ്ങിച്ചത്. അത് ഇന്നലെ രാത്രി വറുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വറവൊന്നും വേറെ ചെയ്തില്ല. പിന്നെ ഒന്നുകൂടി പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി, അത് തന്നെ കഴുകാനൊരു സമയം വേണം. അതൊക്കെ കഴുകി പാദ്യമ്പറമൊക്കെ തുടച്ച് വൃത്തിയാക്കാനായിട്ട് നിന്നു കേട്ടോ. ചൂടെടുത്തിട്ടാണെങ്കിൽ ഇവിടെയാണെങ്കിൽ വേനൽക്കങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ്. ഇവിടെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചൂട് തട്ടുമ്പോൾ ആ ഷീറ്റുമ്പോഴത്തെ ചൂടും കൂടി നമ്മളുടെ അവിടേക്ക് ഇങ്ങനെ വരികയാണ്.
അപ്പോൾ ആ സൈഡിലാണ്, ആ ഷീറ്റിൻ്റെ ആ സൈഡിലാണ് 2 റൂമും ഉള്ളത്. നിൽക്കാൻ പറ്റത്തില്ല. ഈ ഫ്ലാറ്റുകളിലുള്ള ഒരു പ്രശ്നം അതാണ്. അപ്പുറത്തും ബിൽഡിങ് ഉണ്ടെങ്കിൽ നമ്മളൊരു കുടിസിൽ നിൽക്കുന്ന പോലെ വെട്ടവും വെളിച്ചവും കാറ്റും, വെളിച്ചമൊക്കെ ഉണ്ടാവും, കാറ്റ് കയറാൻ ബുദ്ധിമുട്ടാണ്, നല്ല ചൂടും. പിന്നെ ഇന്നാണെങ്കിൽ 12 മണിക്ക് കഴിഞ്ഞു. ഉച്ചക്കുളി പിച്ചക്കുളിയാണെന്ന് പറയുക, എന്ന് വെച്ചാലും കാര്യമില്ല. പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുളിക്കുള്ളൂ. സാധാരണ പണ്ടൊക്കെ കുളി കഴിഞ്ഞിട്ടാണ് അടുക്കള കയറുക. ഇപ്പം അങ്ങനെയൊന്നും ശ്രദ്ധിക്കുന്നില്ല. എല്ലാ പണിയും കഴിഞ്ഞ് ഞാനാണെങ്കിൽ പാത്രം കഴുകലും പിടിക്കലൊക്കെ കഴിയുമ്പോൾ ഫുള്ള് നനഞ്ഞുണ്ടാവും ഫ്രണ്ട്. അപ്പം ഞാനതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കുളിച്ചത് കേട്ടോ. 12:30 ആയി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉച്ചയ്ക്ക് കുളിക്കാറുണ്ടോ? ഉച്ച നേരത്ത് കാരണന്മാരുള്ള വീടുകളിൽ ചീത്ത പറയും. എൻ്റെ അമ്മ ഇടയ്ക്ക് കാണുമ്പോൾ ഉച്ച നേരത്ത് തൊട്ട് കുളിക്കണമെന്ന് ചോദിക്കും. പിന്നെ ഇപ്പം അത് ശീലമായി. ഓരോ ജീവിത രീതി പല രീതിക്കല്ലേ മാറുന്നത്. പിന്നെ എൻ്റെ വീഡിയോസും ഇതൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ ട്ടാ. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ഇത് താല്പര്യമായില്ലെങ്കിൽ പിന്നെ നമ്മളിത് കുറേ നേരം വേണം ഇതിങ്ങനെ വീഡിയോ പിടിക്കാനും അതൊക്കെ ചെയ്യാനും. അത് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. നല്ല ബുദ്ധിമുട്ടുണ്ട് വീട്ടിലെ പണിയും വീഡിയോ എടുക്കലും എല്ലാം കൂടി ആകുമ്പോൾ ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും റിസ്ക് എടുക്കണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു പരുവത്തിൽ അതങ്ങോട്ട് ഒതുങ്ങി വൃത്തിയാക്കി പോയി കുളിച്ചിട്ട് വരാട്ടാ. കുളിക്കാൻ പോകുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അത് വേറെ കാര്യം. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? മഴയാണോ ചൂടാണോ? അങ്ങനെ ഇഞ്ചിപ്പുളി, അവിയൽ, അമരക്കായ ഉപ്പേരി, ഒരു പപ്പടവും ഒരു മുള്ളൻ വറുത്തതും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിയൽ. ഞാൻ വെച്ചതാണെന്ന് പറയുകയില്ല, ചുമ്മാതാ. ഞാൻ എല്ലാവരും നന്നായി വെക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ കഴിക്കട്ടെ, കൊതി പറ്റിക്കല്ലേ. എല്ലാവരും പോയി കഴിക്കുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി പിന്നൊരു ദിവസം വരാം. ഓക്കേ, ബായ്.